ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തലേന്ന് തന്നെ പച്ചരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. നീർദോശ ചെയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോയിൽ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാനിവിടെ ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഇതുപോലുള്ള ഒരുപാട് പേരുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണുമായിരുന്നു. അതായത് ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അങ്ങനെ കണ്ടാണ് ഇതുപോലെ ഒരു ചാനൽ തുടങ്ങാമെന്നുള്ളത് പ്ലാൻ ചെയ്തത്. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ മാക്സിമം ഞാൻ വീഡിയോസ് നന്നായി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് പക്കാ പെർഫെക്റ്റ് ആണെന്നല്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല. ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്നവരുടെ കമൻറ്റിലൊന്ന് ചെന്ന് നോക്കിയാൽ ഒരാളെങ്കിലും ഇങ്ങനെയൊക്കെ പറയാതിരിക്കില്ല. ഇതൊക്കെയാണോ കാണിക്കുന്നത്, നിങ്ങൾ മാത്രമാണ് ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നോ അതിൻ്റെ വാല്യൂ എത്രമാത്രമാണെന്നോ ഒന്നും അറിയാത്തവരാണ് ഇതുപോലെ വെറുതെ സമയം കളയാനായി ഓരോന്ന് കമൻ്റായിട്ട് പറയുന്നത്. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് നോവിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവർക്കുള്ളത്. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുക, എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക, ഇതെല്ലാം മാനേജ് ചെയ്ത് വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ വാല്യൂ ഇത് ചെയ്യുന്നവർക്കും അതുപോലെ അത് അംഗീകരിക്കുന്നവർക്കും ഒക്കെ അറിയാൻ പറ്റും. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായ ഒരു ഫ്രെയിമിലാക്കി അവരത് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്കത് ഒരുപാട് സന്തോഷമായിരിക്കും കിട്ടുക. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ എഫേർട്ട് ചെയ്താൽ മാത്രമേ അറിയൂ. അപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നോവുന്ന വാക്കുകൾ കമൻറ്റിൽ പറയാതിരിക്കാൻ ശ്രമിക്കുക. എന്തോ എനിക്കിത് ഇവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായി തന്നെ നടക്കുന്നുണ്ട്. നീർദോശയും കറിയും ഒരു തേങ്ങാ ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി സെറ്റ് ആവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അടിപൊളി കോംബോ ആയിട്ട് തോന്നി എനിക്ക്. ശരിക്ക് കറി കൂട്ടി കഴിക്കുന്നതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടു ചമ്മന്തി കൂട്ടി കഴിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത ചെറിയൊരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി, കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി മോൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോസ് നോക്കാം. ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സിമ്പിൾ കേക്ക് കട്ടിങ് ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.